ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് പെട്ടെന്ന് നമുക്കൊരു സമൂസ ഉണ്ടാക്കിയാലോ. എന്ത് വെച്ചിട്ടാണെന്ന് ഞാൻ പുറകെ പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഒരു ചെറുതായിട്ട് കട്ട് ചെയ്ത് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ നല്ലതുപോലെ ചെറുതായി കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ചെറുതായി കൊത്തി നുറുക്കിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തി നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കടിക്കാൻ ഇഷ്ടമില്ലാത്തവർ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്താലും കുഴപ്പമില്ല. ഞാൻ ആ കടിക്കാനും കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 കരിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 കരിവേപ്പില പറഞ്ഞാൽ 4 ഇല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്, പക്ഷേ ഞാൻ ഒന്ന് മാറ്റം വരുത്തി മുട്ട ചേർത്ത് കൊടുത്തു. അപ്പോൾ ഉരുളക്കിഴങ്ങിനെ കയ്യിലും കുട്ടികൾക്ക് മുട്ട നല്ലതാണല്ലോ. അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തു കേട്ടോ. ഒറ്റ മുട്ട മതി, നമുക്ക് ഒരു 5-6 സമൂസ ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുട്ടയും മസാലയും കൂടിയിട്ട് നല്ല കൊത്തി നുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ കൊത്തിയിട്ട് നല്ല പൊടി പൊടിയാക്കിയിട്ട് മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് സമൂസ ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സമൂസ ഷീറ്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോന്നെടുത്തിട്ട് നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കണം. നമ്മുടെ സമൂസ രൂപത്തിലാക്കിയെടുക്കണം. ഫസ്റ്റ് ഇതൊന്നും ഇങ്ങനെ മടക്കി അങ്ങനെ 2-3 മടക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫില്ലിങ്സ് 1 ടേബിൾ സ്പൂണോളം ഫില്ലിങ്സ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തല ഇപ്പുറത്തേക്കും കൂടി ആക്കിയിട്ട് ഒന്ന് കവർ ചെയ്യാം. ഇനി കുറച്ച് വെള്ളം തൊട്ടിട്ട് അതിലേക്ക് തേച്ച് കൊടുത്താൽ നല്ല ഒട്ടി നിൽക്കും കേട്ടോ. പശ പോലെ ഒട്ടി നിൽക്കേ. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ സമൂസ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു മുട്ടയിൽ നിന്ന് ഒരു 8 സമൂസയോളം വന്നു കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഓരോന്നായി ഇട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ നല്ല എണ്ണ ചൂടായതിന് ശേഷം പിന്നീട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ മുരിച്ചെടുക്കുക കേട്ടോ. ഒരു ഭാഗം ആയ ശേഷം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ട്, പക്ഷേ കുട്ടികൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചും കൂടി ഇട്ട് കൊടുത്തു. ഇനി മുരിയാത്ത സൈഡ് ഉണ്ടെങ്കിൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലതുപോലെ മൊരിയിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് മൊരിയിച്ചതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് കോരിയെടുക്കുന്നുണ്ട്. നല്ല മുരുമുരാന്നായിട്ടുള്ള നമ്മുടെ സമൂസ റെഡിയാണ്. ഇനി ബാക്കിയുള്ളതും കൂടി അതേപോലെ ഒന്ന് പൊരിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സമൂസ റെഡിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതുമായ സമൂസയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.